അവനി എന്തു പറ്റിയമ്മേ? എല്ലാവരും എന്താ എത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നേ? നീ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണല്ലോ. ഞാൻ എന്ത് ചെയ്തു? നിനക്ക് നിന്റെ ചേച്ചിക്കും അവകാശപ്പെട്ട 5 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഡീൽ ചെയ്യുന്ന വക്കീൽ സാറ് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അവനി, നേരിട്ട് കാര്യത്തിലേക്ക് വരാം. ലോയറിന്റെ അടുത്ത് ശ്രീകർ നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞിരുന്നു. ലോയർ സാറ് അന്ന് സംഭവിച്ചത് എന്താണോ എല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇനി നീ ഞങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞു പിടിച്ചു നിൽക്കാൻ ശ്രമിക്കരുത്. നിന്റെ കല്യാണം കഴിഞ്ഞു എന്ന് ശ്രീകർ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. വിഷയം മാറ്റവും വേണ്ട, ഞങ്ങളുടെ മുമ്പിൽ നാടകം ഇറക്കുകയും വേണ്ട. ഏട്ടൻ എന്താ പറഞ്ഞത്? ശ്രീകരേട്ടൻ പറഞ്ഞത് എന്താണെന്ന് തൽക്കാലം നീ അറിയണ്ട. നിന്നോട് ചോദിച്ച ചോദ്യത്തിന് നീ തന്നെ വേണം ഉത്തരം പറയാൻ. എന്റെ കല്യാണം കഴിഞ്ഞ കാര്യം പുറത്തു വരാതിരിക്കാൻ വേണ്ടി എത്രയോ പ്രയത്നങ്ങൾ നടത്തുന്ന നിഹാരിക ഇപ്പൊ ഇവരുടെ ഒപ്പം നിന്ന് സംസാരിക്കുന്ന എന്തിനാ? ഈ നിമിഷം നീ എന്നെക്കുറിച്ച് നിന്റെ മനസ്സിൽ എന്തൊക്കെയാ ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവോ അവനി? അവര് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സംശയം സത്യമാണെന്നല്ലേ അതിന്റെ അർത്ഥം? ശ്രീകറിനോട് ചോദിച്ചപ്പോ അവനൊന്നും ഓർമ്മ വരുന്നില്ല എന്നാ പറഞ്ഞത്. അവനി, ഇത് നമുക്കിടയിലെ വലിയൊരു പരീക്ഷണമാണ്. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാ ഇവിടെ എല്ലാവരും ഇപ്പം എന്നോട് പെരുമാറുന്നത്. അതുപോലെ നിന്റെ കാര്യത്തിലാണെങ്കിലും നിന്റെ കല്യാണം കഴിഞ്ഞുവെന്നാണ് ഇവർ കരുതുന്നത്. അതുകൊണ്ട് നമ്മളതിന് മറുപടി കൊടുത്തേ പറ്റൂ. നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കണം. അതുപോലെ ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി നമുക്കൊരു വഴി മാത്രമേ ഉള്ളൂ. നിന്റെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എല്ലാവരെയും അറിയിക്കണം. ഭൂതകാലം മറന്നുപോയ എന്നെക്കുറിച്ചോ നല്ലൊരു ഭാവി മുന്നിലുള്ള തന്നെക്കുറിച്ചോ ഇവിടെ ആരും അനാവശ്യം പറയരുത്. അങ്ങനെ നടക്കണമെങ്കിൽ നിന്റെ കഴുത്തിൽ താലി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. നിന്റെ കഴുത്തിൽ താലിയില്ലെന്ന് എന്നോട് വികാസ് എപ്പോഴേ പറഞ്ഞതാ അവനി. പിന്നെ എന്തിനാ നീ ഇത്രത്തോളം പേടിക്കുന്നെ? ഞാൻ ലോയർ സാറിന്റെ അടുത്ത് നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞെന്നാ പുള്ളിയും പറഞ്ഞത്. നിന്റെ ഭർത്താവിനെ കൊണ്ട് ആ ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്തു തരാൻ വേണ്ടിയിട്ട് കൊണ്ടു ചെല്ലുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത്രേ. അതൊക്കെ സത്യമാണോ അതോ കളവാണോ എന്ന് എനിക്കറിയണം. ഇന്ന് തന്നെ ഒരു ഉത്തരം കിട്ടിയേ പറ്റൂ. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടും നിന്റെ അടുത്ത് നിന്നും എനിക്കൊരു മറുപടി പോലും കിട്ടുന്നില്ലല്ലോ. കല്യാണം കഴിഞ്ഞുവെന്നോ അല്ലെങ്കിൽ കഴിഞ്ഞില്ലെന്നോ നീ പറയുന്നില്ലല്ലോ. എന്റെ കഴുത്തിൽ താലിയില്ല, വേണമെങ്കിൽ നോക്കിക്കോളൂ എന്ന് പോലും പറയുന്നില്ല. ഇതൊക്കെ കാണുമ്പോ നിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം കൂടുന്നുണ്ട്. ഇത്രയും ദൂരെ എത്തിയ സ്ഥിതിക്ക് എന്തിനാ വെറുതെ ചിന്തിച്ചു നിൽക്കുന്നേ? ഞാൻ പറഞ്ഞതുപോലെ അങ്ങ് ഫോളോ ചെയ്തോ. അതെ ശ്രീകർ, അനാവശ്യമായിട്ട് ആർഗ്യൂ ചെയ്തോണ്ടിരുന്ന സമയം അതിന്റെ വഴിക്ക് പോവും. അവനി എത്തിയ ശേഷം നിന്റെ കൈകൊണ്ട് തന്നെ താലി ചെക്ക് ചെയ്തോളാന്ന് പറഞ്ഞതല്ലേ? ആദ്യം പോയി അത് ചെയ്യാൻ നോക്ക്. നിങ്ങൾ കെട്ടിയ താലി പുറത്തെടുത്ത് കാണിക്കാൻ വേണ്ടി എത്രയോ സന്ദർഭങ്ങൾ വന്നിട്ടും അമ്മയുടെ ജീവനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങളത് പുറത്ത് കാണിച്ചിട്ടില്ല. ഇപ്പൊ കഴിഞ്ഞതെല്ലാം മറന്നു പോയതുകൊണ്ട് താലി പുറത്തെടുത്ത് കാണിക്കാൻ പോവാ.
നിങ്ങൾ ചിലപ്പോൾ ഈ താലി പുറത്തെടുത്ത് കാണിക്കും. അതിവരെല്ലാരും കണ്ട എന്റെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാ ഞാൻ എന്ത് മറുപടിയാണ് നൽകേണ്ടത്? നിങ്ങളാണ് എന്റെ ഭർത്താവെന്ന് പറഞ്ഞ് വിശ്വസിക്കുവോ? ഒരിക്കലുമില്ല. എല്ലാരും തെളിവുകൾ ചോദിക്കും. എനിക്കത് എങ്ങനെ തെളിയിക്കാൻ കഴിയും? വേറെ വഴിയില്ല. ഈ നിമിഷം ഈ കാര്യത്തിൽ എനിക്കൊരു ഉത്തരം കിട്ടണം. ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഏട്ടാ. എല്ലാം ഞാനിപ്പോ ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ്. ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ട് ഒരു വിധത്തിൽ എനിക്ക് അതിന്റെ ബെനിഫിറ്റ്. പിന്നെ ആരും ഇതിന് ശ്രമിക്കില്ലല്ലോ. ആവനിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ഇവർ വിശ്വസിച്ചോളൂ. അമ്മേ അന്നപൂർണാദേവി, എന്നെ രക്ഷിക്കണേ അമ്മേ. വേണ്ട ബ്രോ, വേണ്ട ബ്രോ, വേണ്ട ബ്രോ. തടയരുത് മോനെ. വീടിന്റെ അഭിമാനവുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഞങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത്. കുറച്ചു നേരത്തേക്ക് മോൻ ഒന്നും തന്നെ മിണ്ടരുത്. അതെ മോനെ, ഇതിലിപ്പോ ഒരു തീരുമാനം ആയില്ലെങ്കിൽ നാളെ നിങ്ങളുടെ കല്യാണം നടക്കുമ്പോൾ അതൊരു പ്രശ്നമാകും. ശരിക്കും ഇവിടുത്തെ പ്രശ്നം എന്താണെന്നോ? എനിക്കെല്ലാം അറിയാം. എല്ലാം ഞാൻ കേട്ടിരുന്നു. കഥ ആദ്യം തൊട്ടേ നിങ്ങൾ വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എൻ്റെ ഭാര്യയാകാൻ പോകുന്നവളെ നീ എങ്ങനെ ടച്ച് ചെയ്യും ബ്രോ? ആവനിയുടെ കഴുത്തിൽ താലിയുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചെക്ക് ചെയ്യുമായിരുന്നു. രാമായണത്തില് സീതക്ക് അഗ്നിപരീക്ഷണം പോലെ എൻ്റെ ഭാവി ഭാര്യക്ക് താലി പരീക്ഷണം നടത്തുവാണോ? താലി ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ കുറെ പ്രശ്നം ഉണ്ടാവും. ആവനെ കുറിച്ച് നിങ്ങൾക്കൊന്നും ശരിക്കും അറിയില്ല. എൻ്റെ അവനിയെക്കുറിച്ച് ആരും അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. അവളുടെ കഴുത്തില് താലിയൊന്നും കിടപ്പില്ല. ഇത് നിങ്ങൾക്കെല്ലാം വിശ്വസിക്കാം. അത് നിനക്കെങ്ങനെ അറിയാം? ഞങ്ങൾ രണ്ടുപേരും കൂടെ ഗ്രാമത്തിലേക്ക് പോയപ്പോൾ എനിക്ക് മറ്റൊരു കാരണം കൊണ്ട് നോക്കേണ്ടി വന്നു. അപ്പ കണ്ടതാ താലിയില്ലെന്ന് ഞാൻ ഉറപ്പുവരുത്തിയതാ. എന്റെ ദൈവമേ, വിക്കി വന്നതുകൊണ്ട് എല്ലാവരുടെയും സംശയം ക്ലിയറായി. നിനക്ക് തോന്നിയ കാര്യം ഞങ്ങൾക്ക് കൂടെ തോന്നണമെന്നുണ്ടെങ്കിൽ അതൊന്നും നോക്കുന്നത് നല്ലതല്ലേ? അത് ശരിയാണ്. വീണ്ടും അവനിക്കൊരു പേരുദോഷം ഉണ്ടാവരുത്. എന്നെ സംശയിക്കരുത്, എൻ്റെ ആവണിയെ അപമാനിക്കരുത്. അത് നല്ലതിനാവില്ല. ദയവ് ചെയ്ത് ഈ ടോപ്പിക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയരുത്. എനിക്കെന്തെങ്കിലും സംശയം തോന്നിയ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് ഞാനാ, നിങ്ങളല്ല. കല്യാണത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ അപമാനിക്കാൻ പാടില്ല. അത് വലിയ തെറ്റാ. ബ്രോ, അവനി നിന്റെ ഏത് ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും തൊടുന്നത് തെറ്റാ. സോറി ബ്രോ. സോറി എന്നോടല്ല, അവനിയോട് പറ. സോറി അവനി. സാരമില്ല ഏട്ടാ. നീ പറഞ്ഞതൊക്കെ സത്യമായിരിക്കും മോനെ.
പക്ഷെ അവനീ ലോയർ പറഞ്ഞപ്പോ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് പറയാമായിരുന്നല്ലോ. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ. അപ്പൊ ആവനിയുടെ കഴുത്തില് താലിയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ഈ ചർച്ചയ്ക്കെല്ലാം ഏതെങ്കിലും ഒരു വിധത്തിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. വേദവതി അമ്മ ചോദിക്കുന്നതിലും കാര്യമുണ്ടല്ലോ. അപ്പൊ നീ എന്തുകൊണ്ടാ മിണ്ടാതിരുന്നേ? ആ ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം കൊടുക്ക്. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അത് പിന്നെ അത് ആ സമയത്ത് ശ്രീകരേട്ടന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആലോചിക്കുമ്പോ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തായത്? ശ്രീകരേട്ടൻ ഇപ്പൊ കഴിഞ്ഞതൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിലും അവനെ ലോയറിന്റെ അടുത്ത് കൊണ്ടുപോയ സമയത്ത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. ആ സമയത്ത് ശ്രീകരേട്ടനും ആവനിയുടെയും വികാസിന്റെയും കല്യാണം നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് ആ ഫീലിംഗില് ചിലപ്പോ പറഞ്ഞതായിരിക്കും. അതുകൊണ്ട് ഒപ്പിട്ട് തരാൻ വേണ്ടി ഭാവി ഭർത്താവിനെ കൊണ്ടുവരാമെന്ന് ലോയർ സാറിന് വാക്ക് കൊടുത്തതായിരിക്കും. അങ്ങനെ ആയിക്കൂടെ ശ്രീകരേട്ടാ? നീ പറഞ്ഞതൊക്കെ വെച്ച് ആലോചിക്കുമ്പോഴേ അതിന് ചാൻസ് ഉണ്ട്. ഇവരുടെ കല്യാണത്തെക്കുറിച്ച് നേരത്തെ അറിയുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള ഉത്തരം ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഈ ടോപ്പിക് ക്ലോസ്. നീ വളരെ ഇന്റലിജന്റ് ആണ് നിഹാരിക. നീ പറഞ്ഞത് മികച്ച ഒരു പരിഹാരമാണ്. താനിങ്ങനെ ഇത്ര പാവായാൽ എങ്ങനെയാവണി? നീയുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വാ തുറന്ന് സംസാരിക്കണ്ടേ? മിണ്ടാതിരുന്ന അത് തെറ്റംഗീകരിക്കും പോലെയല്ലേ? ഇത്തരം പ്രശ്നങ്ങൾ ഞാൻ ഒരുപാട് നേരിട്ടിട്ടുണ്ട്. ഇതെനിക്ക് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. തെറ്റിദ്ധാരണ വന്നപ്പോ തോന്നിയൊരു ദേഷ്യത്തില്, അതിന്റെ ഒരു വിഷമത്തില് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഒന്നും തോന്നല്ലേ മോളെ? ശരി, സംഭവിച്ചതൊക്കെ നല്ലതിനാന്ന് കൂട്ടിക്കോ. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യേ. നാളെ ലോയറിനെ പോയി കണ്ട് ഒപ്പിട്ടിട്ട് വന്നോളൂ. എന്തിനമ്മേ? എന്തിനാ ഇത്രയൊക്കെ തിരക്ക്? ആ ആസ്തി നമുക്ക് കിട്ടാനുള്ള കേസിന്റെ അവസാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ പോയി സൈൻ ചെയ്തിട്ട് വന്നോളൂ. അതല്ലമ്മേ. എല്ലാം ശരിയായില്ലേ മോളെ? ഇനി എന്താ നിന്റെ പ്രോബ്ലം? അവനി, ഇനി ഒന്നും പറയരുത്. നാളെ നിങ്ങൾ രണ്ടുപേരും ലോയറിനെ കാണാൻ പോണം. ഉറപ്പായും വേദവതി അമ്മേ. ഒരൊറ്റ കാര്യം കൂടെ, ഇനി ഒരിക്കലും എൻ്റെ അവണിയെ ആരും ഒന്നും പറയരുത്. ബൈ അവണി. മോൾ അകത്തേക്ക് ചെല്ല്. എന്തുപറ്റി? എന്താ ഇങ്ങനെ നിൽക്കുന്ന? സിനിമ കഴിഞ്ഞില്ലേ? അകത്ത് പോയി സംസാരിക്കാൻ ഒന്നിങ്ങ് വന്നേ. കല്യാണം കഴിഞ്ഞെന്നാണ് ലോയർ പറയുന്നത്. വികാസ് ആണെങ്കിൽ ആവനിയുടെ കഴുത്തിൽ താലിയില്ലെന്ന് പറഞ്ഞങ്ങ് പോയി. മൊത്തത്തിൽ ചലക്കോ പുളുക്കോ എന്നും പറഞ്ഞങ്ങ് നിൽക്കുവാ. ഇതൊക്കെ കാണാൻ വേണ്ടിയാ ഞാൻ ഇവിടുത്തെ മരുമകളും നിങ്ങൾ ഇവിടുത്തെ മരുമോനും ആയതെന്നാ തോന്നുന്നത് ഏട്ടാ. അത് പോയെന്റെ. അല്ല, ഇനി അവളുടെ കഴുത്തിൽ താലി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുള്ള? താലി ഇനിയിപ്പോ ഉണ്ടെങ്കിലുള്ള ലാഭം എന്താ? പട്ടിയെ എറിഞ്ഞ് ഓടിക്കാനാണെങ്കിൽ ഏതെങ്കിലും ഒരു കല്ല് മതിയുന്ന പോലെ. എന്തായാലും ഇപ്പൊ നമുക്കെന്താ? അതെങ്ങനെ ശരിയാവും അമ്മേ? താലിയുണ്ടെങ്കിൽ അത് കെട്ടിയതാരാ, ഇവളുടെ ഭർത്താവാരാ, എന്തിനാ ഇത്രയും ദിവസം ഞങ്ങളോട് പറയാതെ ചതിച്ചതെന്ന് ചോദിച്ച് പുറത്താക്കരുതല്ലേ? അതും സത്യമാണല്ലോ. ആവനിയുടെ കാര്യം വിട്ടേക്ക്. നിന്റെ കഴുത്തിൽ താലിയുണ്ടല്ലോ. മൂത്തളിയം കെട്ടിയ താലി നിന്റെ കഴുത്തിലുണ്ടോ സിസ്റ്റർ? നിന്റെ കഴുത്തിലുണ്ടോ കാവ്യ? നിങ്ങളുടെ തലയിൽ എന്താച്ചാ മണ്ണാണോ? എന്റെ കല്യാണം അതിന് നിങ്ങൾ നടത്തിയായിരുന്നോ? ഓ, ശരിയാണല്ലോ. സോറി. സീനിയർ ലേഡി, നിങ്ങൾ പറയൂ. എന്റെ കഴുത്തിലില്ല. എന്റെ കഴുത്തിലും ഇല്ല. അച്ചോ, അപ്പൊ താലിയില്ലേ? അവിടെ താലിയില്ലെന്ന് പറഞ്ഞ് അത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ കഴുത്തിലെ താലിയില്ലെന്നോ? ഞാൻ ജീവനോടെ തന്നെ ഉണ്ടല്ലോ.
മൂത്തളിയനും ജീവിച്ചിരിപ്പുണ്ടല്ലോ. താലി പണയം വെച്ചോ നിങ്ങള്? ഞങ്ങൾക്കതല്ലേ പണി. ഭർത്താവ് കൂളായിട്ട് ഇരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചോ നിങ്ങള്? അങ്ങനെയൊക്കെ നടക്കുവോ ഏട്ടാ? എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തമാശയാണല്ലോ. ഭർത്താക്കന്മാരെ ഒരു തരി പോലും പേടിയില്ലെന്ന് സാരം. അതൊക്കെ ഞങ്ങൾക്കുണ്ട്, താലി മാത്രം ഇല്ല. അതെ, എന്തുകൊണ്ടെന്നാ ചോദിച്ചത്? ഇന്നത്തെ കാലത്ത് എല്ലാവരും നല്ല സ്റ്റൈലൻ മാല ഇടുവെന്നല്ലാതെ താലിയൊക്കെ ആരെങ്കിലും ഇടുവോ? അതെ ഏട്ടാ, ഏതെങ്കിലും പൂജയോ ചടങ്ങോ ഒക്കെ ഉള്ളപ്പോഴല്ലാതെ ആരും അങ്ങനെ താലി ഒന്നും ഇട്ട് നടക്കാറില്ല ഏട്ടാ. ട്രെൻഡൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടച്ചാ, നിങ്ങളത് ഫോളോ ചെയ്യാത്തോണ്ടാ. ട്രെൻഡൊന്നും മാറിയതല്ലടി. ട്രെൻഡൊക്കെ നീയൊക്കെ നശിപ്പിച്ച് നാരായണക്കല്ലാക്കി. നിന്റെയൊക്കെ ജനറേഷൻ വളർന്നു വരുമ്പോ ചടങ്ങിന് പോലും താലി കിട്ടിയെന്ന് വരില്ല. അങ്ങനെ സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കലികാലം. ബ്രഹ്മാവ് പറഞ്ഞതുപോലെ എല്ലാം സംഭവിക്കുന്നുണ്ട്. അതില് ഇതും ഒന്നും. ഇന്നത്തെ കാര്യം എടുത്താ ഒരു വലിയ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം. ഏട്ടന് കഴിഞ്ഞതെല്ലാം ഓർമ്മ വന്നാൽ മാത്രമേ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവൂ. വളരെ കാര്യമായിട്ട് എന്തോ ആലോചിക്കാന്ന് തോന്നുന്നുണ്ടല്ലോ. വലിയൊരു പരീക്ഷണത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടതല്ലേ, പിന്നെന്തിനീ ടെൻഷൻ? കൂൾ. ശ്രീകരേട്ടൻ കിട്ടിയ താലി കഴുത്തിലുണ്ടെന്ന് പറഞ്ഞ് എന്തൊരു സന്തോഷത്തിലായിരുന്നു നീ ഇത്രയും കാലം ജീവിച്ചു പോന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിലോ നിന്റെ കഴുത്തില് ആ താലി ഇല്ല. നിന്റെ കഴുത്തില് താലി ഇല്ലെന്നുള്ള കാര്യം എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിക്കി പറഞ്ഞപ്പോഴാ ഞാനും അത് അറിഞ്ഞെന്ന് കരുതി ഇരിക്കുകയാണോ? അല്ല അവനി, എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ല, നിങ്ങള് ആ ഗ്രാമത്തിൽ പോയി തിരിച്ചു വന്ന ഉടനെ തന്നെ ഞങ്ങളുടെ വിക്കി ഞങ്ങളോട് എല്ലാം പറഞ്ഞു. എന്നിട്ട് എല്ലാവരുടെയും മുമ്പില് എനിക്കൊന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങ് അഭിനയിച്ചെന്ന് മാത്രം. ശ്രീകരേട്ടന് കഴിഞ്ഞതെല്ലാം ഓർമ്മയില്ലാത്തത് കൊണ്ട് നിന്റെയും വികാസിന്റെയും ലൈൻ ക്ലിയർ ആയില്ലേ ഇപ്പോ? ഇപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നീ എന്താ അങ്ങനെ നോക്കുന്നേ? വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലേ? കഴുത്തില് താലിയുള്ളതിന്റെ അഹങ്കാരമായിരുന്നില്ലേ? അതെന്തോ വലിയ ഒരു ആയുധമാണെന്നാ നീ കരുതിയത്. എന്നിട്ടിപ്പോ എന്തായി? ചത്തുപോയ പാമ്പിനെ പോലെ ആയില്ലേ? കൊത്താനും വയ്യ, പേടിപ്പിക്കാനും വയ്യ. ആ, എന്നിട്ട് ആ താലി നീ എവിടെയാ കൊണ്ടുപോയി കളഞ്ഞ? ആ, നഷ്ടപ്പെട്ടാൽ ഉടനെ എങ്ങനെയെങ്കിലും നീ അത് പോയി തിരിച്ചെടുക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന എന്താ? താലി നിന്റെ നെഞ്ചിൽ തട്ടി നിന്നില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരില്ലല്ലോ, മനസമാധാനത്തോടെ നിൽക്കാൻ കഴിയില്ലല്ലോ. നീ ഒരുപാട് ആരാധിക്കുന്ന താലി നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെന്ന് വച്ചാ അത് എന്തിന്റെ സൂചനയാണെന്ന് അറിയാമോ? ഇനി നിനക്കും ശ്രീകരേട്ടനും ഇടയില് യാതൊരു ബന്ധവും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു തരാനുള്ള ഒരു സൂചന. ശ്രീകറിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നീ നിർത്തിക്കോ, എന്നിട്ട് നിന്റെ വഴിക്ക് പൊയ്ക്കോ. പ്രഭാഷണം അവസാനിച്ചോ? അതോ ഇനിയും ബാക്കിയുണ്ടോ? നിനക്ക് ധൃതി കൂടുതലാ, കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം കുറവും. ആളിങ്ങനെ വളർന്നിട്ടും നിന്റെ തലച്ചോറിങ്ങനെ മൊരടിച്ചു പോയിന്നാ എനിക്ക് തോന്നുന്നത്. ഈ സമയത്ത് പോലും നിനക്ക് ഇത്ര അഹങ്കാരത്തോടെ എങ്ങനെയാ സംസാരിക്കാൻ കഴിയുന്നേ? ഇത്ര ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നത് എങ്ങനെയാ?